പെരുന്നാളിന് കിട്ടിയ ബീഫിന്റെ ബാക്കി കുറച്ചിരിപ്പുണ്ട്. അത് വെച്ച് നമുക്കൊരു കിടിലൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പൊ നമ്മുടെ ബീഫൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ബീഫാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 സവാള, കുറച്ച് ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, 1/2 ലെമൺ സ്ക്വീസ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് കേട്ടോ. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഞെരടി 1/4 കപ്പ് വെള്ളം കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് സവാളയൊന്ന് പൊരിച്ചു കോരാം. തണ്ടേ നമ്മളുടെ ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്യാനുള്ള ആ ഒരു പാത്രത്തിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന്റെ കുറച്ച് ബീഫ് സ്റ്റോക്ക് എടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം. അത് നമുക്ക് ലാസ്റ്റ് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടായിരുന്നു, അതുകൂടെ നമ്മൾ പൊരിച്ചു കോരി വെച്ചിട്ടുണ്ട്. ബീഫ് വേവിച്ച ആ ഒരു കുക്കറിൽ തന്നെയാണ് നമ്മൾ റൈസും വേവിക്കുന്നത്. കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു, പിന്നെ ഗരം മസാലയൊക്കെ ഇട്ടു, കുറച്ച് സവാളയും കൂടെ ഇട്ടു. പിന്നെ നമ്മൾ റൈസ് കുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും അതിന്റെ കൂട്ടത്തിൽ തന്നെ 1/2 കപ്പ് ബീഫിന്റെ സ്റ്റോക്കും പിന്നെ 1/2 ലെമണും കൂടെ സ്ക്വീസ് ചെയ്തിട്ട് നമ്മൾ റൈസും കൂടെ ഇട്ട് നമുക്ക് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ദം ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബീഫിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള കുറച്ചിട്ട് അതിന്റെ പുറത്തോട്ട് നമുക്ക് ആ റൈസ് ഒക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് ബീഫ് സ്റ്റോക്കും കുറച്ച് ഡാൽഡായും പിന്നെ പുതിന മല്ലിയില ആ ഒരു മിക്സ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാണ്ട് ആ ഒരു ടെക്സ്ചർ തന്നെ കണ്ടില്ലേ, നമ്മളുടെ ആ ഒരു ബിരിയാണിയുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ബീഫൊക്കെ ഇങ്ങനെ മിച്ചം ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കുക.